നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാംഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്നൊന്നായി അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവിടെ. ഈ ആത്മാവ് ഛേദിക്കപ്പെടത്തക്കവനോ ദഹിപ്പിക്കപ്പെടത്തക്കവനോ നനയ്ക്കപ്പെടത്തക്കവനോ ശോഷിക്കപ്പെടത്തക്കവനോ അല്ലെന്ന് ഭഗവാൻ പറഞ്ഞത് ആത്മാവ് എങ്ങും വ്യാപിച്ചവനും സ്ഥിര സ്വഭാവമുള്ളവനും ചലിക്കാത്തവനും അനാദിയുമായതിനാലാണ്. 11 ശ്ലോകം മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ആത്മതത്വത്തെപ്പറ്റി ആണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പല ഉപനിഷത്തുകളിലും പ്രതിപാദിക്കുന്ന ആത്മതത്വബോധം നൽകുന്ന ശ്ലോകങ്ങളാണ് എല്ലാം. പ്രധാനപ്പെട്ട 10 ഉപനിഷത്ത് കൃതികളെങ്കിലും പഠിച്ചിരിക്കണമെന്നതാണ് ഗീതാപഠനം കൊണ്ട് നമ്മളെ ബോധിപ്പിച്ചു തരുന്നത്. ഏതൊക്കെയാണ് ആ 10 ഉപനിഷത്തുകൾ? അത് പറയാം. ഈശോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തരീയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, ചാന്തക്യോപനിഷത്ത് എന്നിവയാണ് അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട 10 പ്രധാന ഉപനിഷത്തുകൾ. വേദങ്ങളുടെ അവസാനം എന്ന് വാഗാർത്ഥമുള്ള വേദാന്തത്തിൽ ഉൾപ്പെടുത്തിയവയാണിവ. പരമമായ വിദ്യ എന്ന അർത്ഥത്തിൽ പരാവിദ്യയെന്നും ഉപനിഷത്തിനെ വിളിച്ചു പോരുന്നു. 4 വേദങ്ങളിൽ ഒന്നാണ് ഉപനിഷത്തുകൾ. 4 വേദങ്ങളിൽ നിന്നാണ് ഉപനിഷത്തുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഉപനിഷത്ത് സാരാംശം മുഴുവനും ഭഗവത്ഗീതയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സർവഗതമായ ആത്മാവ് എല്ലാവർക്കും എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇനി പറയാൻ പോകുന്ന ശ്ലോകം. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 25. അവ്യക്തഃ അയം അചിന്ത്യഃ അയം അവ്യക്തോയമചിന്ത്യോ അയം അവികാര്യഃ അയം ഉച്യതേ അവികാര്യോ അയമുച്യതേ തസ്മാൽ ഏവം വിദിത്വാ ഏനം തസ്മാദേവം വിദിത്വൈനം അനുശോചിതും ന അർഹസി നാനുശോചിതുമർഹസി. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അയം ഈ ആത്മാവ്, അവ്യക്തഃ കാണപ്പെടത്തക്കവനല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് വശംവദനല്ല, അഗോചരനാണ്. കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ നാവുകൊണ്ട് രുചിച്ചറിയാനോ മണത്തറിയാനോ സ്പർശിച്ചറിയാനോ കഴിയുന്നവനല്ല ഈ ആത്മാവ്. അയം അവ്യക്തഃ ഈ ആത്മാവ് കാണപ്പെടത്തക്കവനല്ല, അവ്യക്തനാണ്. അയം ഇവൻ ഈ ആത്മാവ് അചിന്ത്യഃ
ചിന്തിക്കപ്പെടത്തക്കവനല്ല. എന്ന് പറഞ്ഞാൽ മനസ്സിനും അഗോചരനാണ്, മനസ്സിനും പിടികിട്ടാത്തവനാണ് ഈ ആത്മാവ്. അചിന്ത്യഃ അയം, ഈ ആത്മാവ് അവികാര്യഃ ഭേദപ്പെടത്തക്കവനല്ല, കർമ്മേന്ദ്രിയങ്ങൾക്കും ഗോചരനല്ല, വികാരമില്ലാത്തവനാണ്, മാറ്റമില്ലാത്തവനാണ് എന്നർത്ഥം. ഇതി എന്ന് ഉച്യതേ പറയപ്പെടുന്നു. തസ്മാൽ ആയതുകൊണ്ട്, ഏവം ഇപ്രകാരം, ഏനം ഈ ആത്മാവിനെ, വിദിത്വാ അറിഞ്ഞിട്ട്, അനുശോചിതും വ്യസനിക്കുന്നതിന്, ന അർഹസി നീ യോഗ്യനല്ല, അർഹനല്ല. ഈ ആത്മാവ് കാണപ്പെടത്തക്കവനല്ല, ചിന്തിക്കപ്പെടത്തക്കവനല്ല, ഭേദപ്പെടത്തക്കവനല്ല എന്നും പറയപ്പെടുന്നു. ആയതുകൊണ്ട് ഇപ്രകാരം ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് അർജുന, നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല. ശസ്ത്രാദികൾക്ക്, അതായത് ആയുധങ്ങൾക്ക് ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മുൻ ശ്ലോകങ്ങളിൽ നമ്മൾ അതൊക്കെ കണ്ടതാണ്. എന്നാൽ സൂക്ഷ്മ ശരീരത്തെയും കാരണശരീരത്തെയും ആയുധങ്ങൾ കൊണ്ട് മുറിക്കപ്പെടാത്തത് കൊണ്ട് ആ ശരീരദ്വയം, അതായത് സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ആത്മാവായിരിക്കാം എന്ന് ശങ്കിച്ചേക്കാമെന്ന് വിചാരിച്ച് ഭഗവാൻ ആ ശങ്കയെ ദൂരീകരിക്കാൻ ഉപദേശിക്കുന്നു. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളാൽ വ്യക്തമാകുന്ന ലിംഗശരീരത്തെയും കാണുന്ന ആത്മാവ് ആ ശരീരമല്ലാത്തതിനാൽ അതിൽ നിന്നും വ്യത്യസ്തനാകുന്നു. കാണുന്നവൻ കാണപ്പെടുന്ന വസ്തുവല്ല എന്നതുകൊണ്ട് വ്യക്തമാണല്ലോ. കുടത്തെ കാണുന്ന പുരുഷൻ, ഒരു കുടം, അതിനെ കാണുന്ന ഒരു പുരുഷൻ കുടം തന്നെയാണ് താനെന്ന് വിചാരിക്കുമോ? ഇല്ല. കുടത്തെ കാണുമ്പോൾ അത് കുടമാണ്, അത് താനെന്നൊരിക്കലും വിചാരിക്കുകയില്ല. കഷ്ടം നേരിടുമ്പോൾ മനുഷ്യൻ അതിനു കാരണമായ നിർഭാഗ്യം പൂർവജന്മ പാപം കൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. അതുപോലെ ശോകം, മോഹം മുതലായതിനു കാരണം അറിവില്ലായ്മ തന്നെയാണെന്ന് ഊഹിച്ചറിയാം. അതുകൊണ്ട് അറിവില്ലായ്മ ചിന്തയ്ക്ക് വിഷയമാകുന്നു. ആ അജ്ഞാനം തന്നെയാണ് കാരണശരീരം. എൻ്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല, അതിനാൽ ഞാൻ അജ്ഞനാണ് എന്ന് അജ്ഞാനത്തെയും ആരറിയുന്നുവോ ആ ആത്മാവ് ചിന്തയ്ക്ക് വിഷയമല്ല. അതിനാൽ ആത്മാവ് അചിന്ത്യനാകുന്നു. അവയവഹീനനാകയാൽ ആത്മാവിന് ഒരു വിധത്തിലും വികാരവുമില്ല. ഇങ്ങനെയിരിക്കുന്ന ആത്മാവ് തന്നെയാണ് എന്ന് നീ അറിയണം. അങ്ങനെ ആത്മസ്വരൂപത്തെ അറിഞ്ഞിട്ട് ഞാൻ ഇവരെ കൊല്ലുന്നവൻ, അല്ലെങ്കിൽ ഇവർ എന്നാൽ കൊല്ലപ്പെടുന്നവൻ എന്ന വിചാരത്താൽ നേരിട്ടിരിക്കുന്ന ദുഃഖത്തെ തരണം ചെയ്യുവാൻ നീ യോഗ്യനാകുന്നു. ആത്മസ്വരൂപത്തെ അറിഞ്ഞവനു മാത്രമേ സർവ ദുഃഖങ്ങളിൽ നിന്നും മോചനമുണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്നു. അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യതേ തസ്മാദേവം വിധിത്വൈനം നാനുശോചിതുമർഹസി. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം 26. അധ ച ഏനം നിത്യജാതം അധ ചൈന നിത്യ
നിത്യജാതം നിത്യം വാ മന്യസേ മൃതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ തഥാപി ത്വം മഹാബാഹോ ന ഏവം ശോചിതുമർഹസി നൈവം ശോചിതുമർഹസി. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. അഥ ച ഒരു പക്ഷേ ഏനം ഈ ആത്മാവിനെ നിത്യജാതം എപ്പോഴും ജനിക്കുന്നവനായും നിത്യജാതം എപ്പോഴും ജനിക്കുന്നവനായും നിത്യം എപ്പോഴും മൃതം വാ മരിക്കുന്നവനായും അധ ച മന്യസേ നീ വിചാരിക്കുന്നുവെങ്കിലും തഥാ അഭി എന്നാലും ഹേ മഹാബാഹോ അല്ലയോ മഹാബാഹുവായ അർജുന ത്വം നീ ഏവം ഇപ്രകാരം ശോചിതും വ്യസനിക്കുവാൻ അല്ലെങ്കിൽ ദുഃഖിക്കുവാൻ ന അർഹസി അർഹനല്ല. ആത്മാവ് എപ്പോഴും ജനിക്കുന്നവനും മരിക്കുന്നവനുമാണെന്നു നീ വിചാരിക്കുന്നുവെങ്കിൽ തന്നെയും ഹേ അർജുന ഇപ്രകാരം നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല. നാം പ്രകൃതത്തിൽ പറയുന്ന ഈ ആത്മാവ് ലോകാഭിപ്രായത്തെ അനുസരിച്ച് ദേഹ ഉത്ഭവിക്കുമ്പോഴെല്ലാം ശരീരം ഉണ്ടാകുമ്പോഴെല്ലാം ജനിക്കുന്നു എന്നും ദേഹം നശിക്കുമ്പോഴെല്ലാം ഈ ആത്മാവ് നശിക്കുന്നു എന്നും വിചാരിക്കുക. അങ്ങനെ നീ വിചാരിക്കുന്നത് പോലെയാണ് ഈ ആത്മാവെങ്കിൽ തന്നെയും അല്ലയോ അർജുന നിനക്ക് വ്യസനിപ്പാൻ അവകാശമില്ല, നിനക്ക് ദുഃഖിക്കുവാൻ യാതൊരു അവകാശവുമില്ല. എന്തെന്നാൽ ജനനമുള്ളവന് മരണവും മരണമുള്ളവന് ജനനവും അവശ്യം ഉണ്ടാകുന്നു. അത് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല ഈ രണ്ടു പ്രതിഭാസവും. നിശേഷം സംസാരഭ്രമത്തെ നശിപ്പിക്കുവാൻ സമർത്ഥമായ ആത്മസ്വരൂപ സത്യസ്ഥിതിയെ ഭഗവാൻ ശ്ലോകത്തിൽ വിവരിച്ച വിധത്തിൽ അർജുനന് ഉപദേശിച്ചു. ഈ യഥാർത്ഥ ജ്ഞാനം ആത്മപ്രസാദം കൊണ്ടല്ലാതെ ഒരുവന് ഉണ്ടാവുകയില്ല. അർജുനന് ആ ആത്മപ്രസാദം ഇതുവരെ ഉദിച്ചിട്ടില്ല എന്നു കണ്ട ഭഗവാൻ മറ്റൊരു വിധത്തിൽ അർജുനന്റെ ദുഃഖത്തെ തീർക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നു, ഹേ മഹാബാഹോ ഒരുപക്ഷേ ഈ ആത്മാവ് ദേഹം ഉണ്ടാകുമ്പോഴെല്ലാം ജനിക്കുകയും ദേഹം നശിക്കുമ്പോഴെല്ലാം മരിക്കുകയും ചെയ്യുന്നുവെന്നാണ് നിന്റെ വിചാരമെങ്കിൽ ആ പക്ഷത്തിലും ഈ ധാർത്തരാഷ്ട്രാദികളെ വധിക്കുവാൻ നമ്മൾ അർഹന്മാരല്ല എന്നു നീ മുമ്പേ പറഞ്ഞ മട്ടിൽ ആത്മാവിനെക്കുറിച്ച് ദുഃഖിക്കുവാൻ നിനക്ക് അവകാശമില്ല അർജുന. അധ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 27. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവഃ ഹി ജന്മ മൃതസ്യ ച ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാൽ
അപരിഹാര്യേ അർത്ഥേ തസ്മാത് അപരിഹാര്യേ അർത്ഥേ ന ത്വം ശോചയിതും അർഹസി. ന ത്വം ശോചിതുമർഹസി. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. ജാതസ്യ ജനിച്ചവന്, മൃത്യുഹു മരണം, ധ്രുവഃ ഹി നിശ്ചയം തന്നെ, അതുപോലെ മൃതസ്യ മരിച്ചവന്, ജന്മച ജന്മച ജനനവും, ധ്രുവം നിശ്ചയം ജനിച്ചവന് മരണം നിശ്ചയം എന്നതുപോലെ മരിച്ചവന് ജനനം നിശ്ചയമാണ്. തസ്മാൽ അതിനാൽ, അപരിഹാര്യേ അർത്ഥേ നിവൃത്തിയില്ലാത്ത, അപരിഹാര്യേ നിവൃത്തിയില്ലാത്ത, അർത്ഥേ ഈ കാര്യത്തിൽ, ത്വം നീ, ശോചിതും ദുഃഖിക്കുവാൻ അല്ലെങ്കിൽ വ്യസനിക്കുവാൻ, ന അർഹസി നിനക്ക് അർഹതയില്ല. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാകുന്നു. അതിനാൽ നിർവാഹമില്ലാത്ത ഈ കാര്യത്തിൽ നീ ദുഃഖിച്ചിട്ട് ഫലമില്ല അർജുന. അനർഹമാണ് നിന്റെ താപം. മുൻപറഞ്ഞ അഭിപ്രായത്തിൽ ദുഃഖത്തിനു കാരണമില്ലെന്ന് ഉറപ്പിക്കുന്നു. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണല്ലോ. അത് രാത്രിയും പകലുമെന്ന പോലെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ നിയമത്തെ തടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നിരിക്കെ ഈ കാര്യത്തിൽ നീ എന്തിനു ദുഃഖിക്കുന്നു? ജനിച്ചത് അപ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമായത് വീണ്ടും ദൃശ്യമാകുന്നു. അങ്ങനെ കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യോദയവും അസ്തമയവും നിത്യേന നിർവിഘ്നം നടക്കുന്നതുപോലെ ജനനവും മരണവും ലോകത്ത് അസന്നിഗ്ധമായി നിലവിലിരിക്കുന്ന സംഗതിയാണ്. 3 ലോകങ്ങളും കൽപ്പാന്തത്തിൽ നശിക്കുന്നു. അതുകൊണ്ട് ഉദ്ഭവവും സമാപ്തിയും എവിടെയും ഒഴിച്ചുകൂടാവുന്നതല്ല. ഇതു നീ സ്വീകരിക്കുന്നെങ്കിൽ അർജുന, എന്തുകൊണ്ടാണ് അജ്ഞത പ്രകടിപ്പിക്കുന്നത്? ഏതു വീക്ഷണം സ്വീകരിച്ചാലും വിലപിക്കാൻ തക്ക കാരണങ്ങളൊന്നുമില്ലെന്ന് നിനക്ക് ബോധ്യമാകും. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യേ അർത്ഥേ ന ത്വം ശോചിതുമർഹസി. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം 28. അവ്യക്താദീനി ഭൂതാനി അവ്യക്താദിഭൂതാനി വ്യക്തമധ്യാനി ഭാരത വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധന അന്വേ ഏവ അവ്യക്തനിധനാന്വേവ തത്ര കാ പരിദേവന തത്ര കാ പരിദേവന. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. ഹേ ഭാരത, അല്ലയോ അർജുന, ഭൂതാനി ഈ ശരീരങ്ങൾ, അവ്യക്താദീനി മായയിൽ നിന്നുണ്ടായവയാകുന്നു. അവ്യക്തം മായ, മായയിൽ നിന്നുണ്ടായവയാണ് ഈ ശരീരങ്ങൾ, ഈ ഭൂതാനി. അത് മൂലപ്രകൃതിയിൽ നിന്നുണ്ടായവയാകുന്നു, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുണ്ടായവയാകുന്നു.
വ്യക്തമധ്യാനി, മധ്യകാലത്തിൽ മാത്രം കാണപ്പെടുന്ന ജന്മം മുതൽ കൂടിയവനാകുന്നു. മരണം വരെയുള്ള സ്ഥിതിലക്ഷണമായ അഭിവ്യക്തിയോട് കൂടിയവനാകുന്നു. തുടക്കം അവ്യക്തമാണ്, മധ്യം ദൃശ്യമാണ്. അവ്യക്ത നിധനാനീ ഏവ, മായയിൽ തന്നെ ലയിക്കുന്നു. അവസാനം മായയിൽ തന്നെ ഇത് ലയിക്കുന്നു. തത്ര, ഈ വിഷയത്തിൽ, കാ പരിദേവന, എന്തു വ്യസനമാണുള്ളത്? അല്ലയോ അർജുന, ശരീരങ്ങൾ മായയിൽ നിന്നുണ്ടാകുന്നു, മധ്യകാലത്ത് അഭിവ്യക്തിയെ പ്രാപിക്കുന്നു, മായയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിൽ എന്താണ് വ്യസനിപ്പാനുള്ളത്? അല്ലെങ്കിൽ ശരീരങ്ങൾ ആദിയിൽ അവ്യക്തങ്ങളാകുന്നു, സൂക്ഷ്മമാകുന്നു, കാണാൻ കഴിയുന്നില്ല. ബീജസങ്കലന സമയത്ത് ഭ്രൂണം അതിൻ്റെ മനുഷ്യൻ്റെ ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ആദിയിൽ അവ്യക്തം എന്ന് പറയുന്നത്. മധ്യകാലത്ത് വ്യക്തിയെ പ്രാപിക്കുന്നു. ജനിച്ചതിന് ശേഷമാണ് ശരീരപുഷ്ടി ഉണ്ടാകുന്നത്. അവസാനം അവ്യക്തങ്ങളായി തന്നെ ഭവിക്കുന്നു. തിരിച്ച് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ പോകുന്നു. പഞ്ചഭൂതങ്ങളിൽ നിന്നുത്ഭവിച്ച് രൂപമായി മാറുകയും വ്യക്തതയുണ്ടാകുകയും തിരിച്ച് ഇവ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ എന്താണ് വ്യസനിക്കാനുള്ളത്, ദുഃഖിക്കാനുള്ളത് അർജുന? കാര്യകാരണ സംഘാതാത്മങ്ങളായ പുത്രമിത്രാദി ശരീരങ്ങൾ ആദിയിൽ ഉൽപ്പത്തിക്ക് മുൻപ് അവ്യക്തങ്ങളാകുന്നു. ജനിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പായ മധ്യാവസ്ഥയിൽ അവ കാണപ്പെടുന്നു. പിന്നെ അവയുടെ അവസാനവും അവ്യക്തം തന്നെയാണ്. മരണശേഷം അവ അവ്യക്തതയെ തന്നെ പ്രാപിക്കുന്നു എന്നർത്ഥം. പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ശരീരം കുറച്ചുനാൾ നിലനിന്നിട്ട് പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കുന്നു. കാണപ്പെടുവാൻ പാടില്ലാത്ത അവസ്ഥയിൽ നിന്നു വന്ന് അങ്ങോട്ട് തന്നെ പോയി. അവൻ ആത്മാവ് നിന്റെയല്ല, നീ എൻ്റെയുമല്ല, വെറുതെ എന്തിന് വ്യസനിക്കുന്നു അർജുന? അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്വേവ തത്ര കാ പരിദേവന.